ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന പേ ബാക്കിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ഡ്രാമ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മിസ്സാക്കാതെ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഇതൊരു മസ്റ്റ് വാച്ച് ഡ്രാമയാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സണ്ണിൻ്റെ അനിയനായിട്ടുള്ള സ്കൈനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ റിവെഞ്ച് എടുക്കുമല്ലേ, ഇപ്പം നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും എൻ്റെ അമ്മയുടെയും പുറവിന് ഓടുന്നത് നിർത്തണം, നീ നിൻ്റേതായ ലൈഫ് നീ ജീവിക്കാൻ തുടങ്ങണമെന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് സ്കൈ ആണെങ്കിൽ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പം അവൻ്റെ കൂടെ തന്നെ അവൻ്റെ അമ്മയും നിൽപ്പുണ്ട്. അപ്പം ഇത് കാണുമ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ അങ്ങ് ശരിക്കും കരഞ്ഞു പോവുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ അങ്ങ് നടന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ ഇതും ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ സണ്ണാണെങ്കിൽ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നത്. അപ്പം സണ്ണിങ്ങനെ കണ്ണ് തുറന്ന് കാണുമ്പോഴത്തേക്കും സ്കൈ ആണെങ്കിൽ അടുത്ത് ഓടി വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സണ്ണിൻ്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം മാനേജർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ, ഞാൻ ആരാന്ന് മനസ്സിലായോ എന്നൊക്കെ സണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പം സണ്ണൊന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ എൻ്റെ മാനേജറാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ അവർക്കൊന്ന് ആശ്വാസമാവുന്നത്. എന്നിട്ട് മാനേജറാണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ശരിക്കും വറീഡായിരുന്നു നിന്നെപ്പറ്റി ഓർത്ത്. എന്നിട്ട് സ്കൈ ആണെങ്കിൽ അവനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, അവനെ സേവ് ചെയ്തതിന്. അപ്പം സണ്ണ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാൻ തന്നെയാണ് കാരണമെന്ന് ഇങ്ങനെ പറയുകയാണ് അവൻ. അപ്പം മാനേജർ പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ നിന്നെപ്പറ്റി ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടരുതെന്ന് പറയുന്നുണ്ട്. അപ്പം സണ്ണാണെങ്കിൽ ടൂവിനെ പറ്റി തിരക്കുവാണ് സ്കൈയുടെ. അപ്പോൾ അവൻ പറയുന്നുണ്ടില്ല, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണം അവനെപ്പറ്റി. എന്നിട്ട് സണ്ണിനെ കാണാനായിട്ട് അവൻ മുമ്പ് ജോലി ചെയ്ത ആ ഒരു സ്ഥലത്തെ ബോസ് വരുവാണ് കേട്ടോ. അപ്പം അയാളാണെങ്കിൽ അവന് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതാണെങ്കിൽ നമ്മുടെ മാനേജർ അങ്ങ് കയറി പിടിക്കുവാണ്. എന്നിട്ട് അവർ തമ്മിലൊരു ചെറിയൊരു പിടിയും വലിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സിയ എന്ന് പറഞ്ഞ ഒരാളെയാണ്. അപ്പം അയാളുടെ അണ്ടറിലായിരുന്നു സണ്ണ് കുറേ കാലം ഡെപ്റ്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സ്കൈ ആണെങ്കിൽ പറയുന്നുണ്ട് മാനേജറിൻ്റെ അടുത്ത്, ഈ ഒരു അങ്കിളാണ് സണ്ണ് അവിടെ ബോധമില്ലാതെ കിടന്നപ്പോൾ ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറയാണ്. അത് കഴിഞ്ഞ് മാനേജറാണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ മാനേജറിനെ പിടിച്ച് നിർത്തിയിട്ട് അയാളുടെ കാർഡ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മെയിൽ ലീഡിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറയാണ്. അപ്പം സണ്ണ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് എന്നെ ജയയുടെ അങ്കിൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അവൻ പറഞ്ഞു നീ എന്തോ പ്രശ്നത്തിലാണ്, നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞെന്ന്. ആദ്യമേ ഞാനത് വിശ്വസിച്ചില്ല, എന്നാൽ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് ആൾ പറയാണ്. അപ്പം ഇത് കേട്ടതും അവനാണെങ്കിൽ പറയുന്നുണ്ട്, എന്ത് സിയാജു വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, ആ അതേന്ന് പറയാണ്. എന്നിട്ട് പറയണം, അവൻ എന്നെ വിളിച്ചിട്ട് നിൻ്റെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് ഇതൊന്നും കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കരച്ചിലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് സണ്ണാണെങ്കിൽ അയാളോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അവനെ ഹെൽപ്പ് ചെയ്തതിന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ബോധം പോയതിന് ശേഷം അവിടെ പിന്നെ എന്താ നടന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അയാൾ നമ്മുടെ സണ്ണിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നതാണ്. എന്നിട്ട് അയാളാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇപ്പം ശരിക്കും പ്രശ്നത്തിലാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അയാൾ സ്കൈനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു ഷോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അവിടെ ഉള്ളവരെ എല്ലാത്തിനെയും അടിച്ചോട്ടിക്കുകയാണ്. എന്നാൽ അപ്പോൾ അങ്ങോട്ടേക്ക് ജെ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ടേ. അങ്ങനെ അതവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പം സണ്ണാണെങ്കിൽ കണ്ണ് തുറക്കുമ്പം അവിടെ ആണെങ്കിൽ ജെ നിൽക്കുവാണ് കേട്ടോ. അപ്പം സണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവാണ്. സണ്ണ് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുവാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, നിൻ്റെ ലൈഫ് മാത്രം നീ ഫോക്കസ് ചെയ്താൽ മതി, എന്നിട്ട് നീ അത് കേൾക്കാതെ നീ നിൻ്റെ ലൈഫ് റിസ്കിലാക്കി എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ 30 കോൾസ് ചെയ്തു, എന്നാൽ നീ അതിലൊന്നുപോലും ആൻസർ ചെയ്തില്ല എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും മരണമാണോ അതോ ഞാനാണോ എന്നുള്ളൊരു ചോയ്സ് വരുവാണെങ്കിൽ നീ തീർച്ചയായിട്ടും മരണത്തെ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നതെന്ന് പറയാണ് ജെ. അപ്പം സണ്ണാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ജെ ആണെങ്കിൽ പറയാണ്, നീ നിൻ്റെ അമ്മയുടെയും ബ്രദറിൻ്റെയും മരണത്തിന് കാരണം നീയാണെന്നുള്ള ആ ഒരു ഗിൽട്ടി കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയണം. എന്നിട്ട് അവനാണെങ്കിൽ കത്തി എടുത്തിട്ട് നമ്മുടെ സണ്ണിൻ്റെ കയ്യിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് കത്തി മാറ്റാനൊക്കെ സണ്ണ് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അത് കേൾക്കുന്നില്ല, അവൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ മുറുക്ക പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിടിക്കുന്നത് മാത്രമല്ല കേട്ടോ, സണ്ണിനെ കൊണ്ട് തന്നെ ജയയുടെ കൈ അങ്ങ് മുറിക്കുകയാണേ. എന്നിട്ട് ജയ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നീ അല്ലേ ഇപ്പം എന്നെ കൊല്ലാൻ നോക്കിയെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സണ്ണാണെങ്കിൽ ശരിക്കും അങ്ങ് ഇമോഷണൽ ആവുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജയനെ ആണെങ്കിൽ അങ്ങനെ ഹഗ് ചെയ്തിട്ട് അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സോറി എന്നിങ്ങനെ പറയുകയാണേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സണ്ണാണെങ്കിൽ ജയനെ നോക്കാനായിട്ട് റൂമിലോട്ട് കയറുമ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ജയനെ കാണത്തില്ല. അപ്പം അങ്ങോട്ടേക്ക് അങ്കിൾ സിയ വന്നിട്ട് പറയുകയാണോ, നീ എൻ്റെ ജയനെയാണോ നോക്കുന്നത്. അവനാണെങ്കിൽ പുറത്തോട്ട് പോയിരിക്കുക. അതുമാത്രമല്ല അവൻ്റെ മുറിവ് അത്ര വലുതൊന്നും അല്ലല്ലോ. അപ്പം ഡോക്ടറാണെങ്കിൽ അവനെ വിടുകയും ചെയ്തു എന്ന് പറയാണ്. എന്നാൽ ഡോക്ടറാണെങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയെന്ന് വിചാരിച്ച് അവനെ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് റെഫർ ചെയ്തതാണ്. എന്നാൽ ഞാനാ പറഞ്ഞത് അവൻ്റെ ബോയ് ഫ്രണ്ടിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. എന്നാൽ സണ്ണ് പറയണം, അവന് ശരിക്കും ഒരു തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ഇങ്ങനെ പറയുകയാണേ. എന്നിട്ട് അങ്കിൾ പറയാണ്, നിനക്കെന്തായാലും ഒന്നും പറ്റാത്തതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, കാരണം നീ അവൻ്റെ ഫാമിലി ആണെന്നിങ്ങനെ പറയാണ്. ഫാമിലിക്ക് മാത്രമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മനസ്സിലാക്കാനും കെയർ ചെയ്യാനും പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അങ്കിളാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ പോകുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി സണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ ചേനെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണേ പോകുന്നത്.
അപ്പോഴാണ് നമ്മുടെ ജയ് അയച്ച ആ ഒരു ബോഡി ഗാർഡ് അങ്കിൾ വരുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ ഇനി എൻ്റെ അടുത്ത് കള്ളം പറയണ്ട, ബാ നമുക്ക് റൂമിൽ പോകാമെന്ന് പറയണം. അപ്പോഴാണ് നമ്മുടെ സണ്ണിനൊരു മെസ്സേജ് വരുന്നത് കേട്ടോ, ഒരു മീറ്റിങ്ങിൻ്റെ ലിങ്ക്. അങ്ങനെ ഡ്രീമിലെ ആ ഒരു ബോർഡ് മീറ്റിംഗ് ആണ് പിന്നെ കാണിക്കുന്നത്. അപ്പം അവിടെയാണെങ്കിൽ ഡ്രീമിലെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ പൊസിഷനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഡ്രീം മറ്റൊരു കമ്പനിയായിട്ട് ഇപ്പം മെർജ് ചെയ്യാനായിട്ട് പോവുക. അപ്പം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡയറക്ടർ ആർത്തറിനെ അവിടുന്ന് ഒഴിവാക്കുന്ന കാര്യം പറയുകയാണ് കേട്ടോ. എന്നിട്ട് കൊങ്ങിയാത്ത് പറയുന്നുണ്ട്, ഡയറക്ടർ ആർത്തറിൻ്റെ ഓരോ ആക്ഷൻസൊക്കെ കാരണം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഒഴിവാക്കാൻ ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ആദ്യമേ കൊങ്ങിയാത്ത് തന്നെ അങ്ങ് കൈ പൊക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറേ പേര് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള പകുതി മുക്കാൽ പേരും കൈ പൊക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ ഭയങ്കര മാസ് ലുക്കിൽ ഇങ്ങനെ കയറി വരുന്നത്. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ഫയർ ചെയ്യാൻ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് സണ്ണിനെയാണ്. അപ്പം ആ അങ്കിളാണെങ്കിൽ സണ്ണിനിങ്ങനെ ആ ഒരു മീറ്റിംഗ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ജയനെ അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ജയയുടെ അമ്മയുടെ ബോഡി ഗാർഡായിരുന്നു എന്ന് പറയുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ദിവസം ഒരു പാഴ്സൽ വാങ്ങാനായിട്ട് ഞാൻ പുറത്തോട്ട് പോയതായിരുന്നു. എന്നാൽ ആ ഒരു സമയത്താണ് ജയയുടെ അമ്മ സൂയിസൈഡ് ചെയ്തതെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ അങ്കിളാണെങ്കിൽ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം സണ്ണിൻ്റെ അടുത്ത് പറയുന്നുമുണ്ട്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ പിന്നീട് അവനെ കണ്ടത് അവൻ്റെ അമ്മയുടെ ആ ഒരു ഫ്യൂണറലിൻ്റെ ആ ഒരു ചടങ്ങിൽ വെച്ചിട്ടാണെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ജയ് ആണെങ്കിൽ അയാളുടെ കൂടെ അടികൂടുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നുണ്ട്. അപ്പം അത് വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ ജയയുടെ ആ ഒരു സങ്കടം കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ അവർ അടികൂടുന്നതിനിടയ്ക്ക് വെച്ചിട്ടാണ് അവൻ്റെ കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റുന്നത്. അപ്പം നമ്മുടെ സണ്ണാണെങ്കിൽ ഓർക്കുന്നുണ്ട്, അവനെ മീറ്റ് ചെയ്ത സമയത്ത് അവൻ്റെ കൈക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനും പറയാണ്, ഓ അപ്പം അവൻ്റെ കൈക്ക് പരിക്ക് പറ്റിയത് അങ്ങനെയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജയനെയാണ്. അപ്പം ജയനെ സപ്പോർട്ട് ചെയ്ത് വൈസ് പ്രസിഡൻ്റ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് തൽക്കാലം അവൻ്റെ ആ ഒരു റിമൂവൽ ഹോൾഡ് ചെയ്ത് വെക്കാം. കാരണം അവൻ ഒരുപാട് കണക്ഷൻസൊക്കെ നമ്മളുടെ ഈ ഒരു ഡ്രീമിലോട്ട് കൊണ്ടുവന്നിട്ടില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു ലേഡി പറയാണ്, ജയയുടെ ഈ ഒരു ചെറിയ ഒരു പ്രോജക്റ്റ് കാരണം നമ്മുടെ ഇവിടുത്തെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവൻ്റെ ഈ ഒരു പെർഫോമൻസ് നല്ലതാണെന്ന് ഇങ്ങനെ പറയുകയാണ്. ബോസ് ആണെങ്കിൽ പറയുകയാണ്, നീ ഇപ്പം മെമ്മറി പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമല്ല. അതുമാത്രമല്ല, മെമ്മറി പ്രോജക്റ്റിൻ്റെ ആ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക, ഇനി ഫിലിമിങ് മാത്രം തുടങ്ങിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരും കോൺട്രാക്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കിയില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളാരും എന്നെ ഫയർ ചെയ്യാൻ പറയത്തില്ലായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയണം, ആ ഒരു കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സോങ് നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ കോപ്പിറൈറ്റ് എൻ്റെ പേരിലാണെന്ന് പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് അവനാണെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ ഒറിജിനൽ റൈറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അവരാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കിത് ഡ്രീമിനെ സെല്ല് ചെയ്യാനായിട്ട് യാതൊരു താല്പര്യമില്ലെന്ന് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിത് ഡ്രീമിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു സോങ് ശരിക്കും സൂപ്പറാണ്, അത് ശരിക്കും ഹിറ്റാവുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സോങ് എനിക്ക് സെല്ല് ചെയ്യാമോ എന്ന് ചോദിക്കുവാണ് അവൻ. എന്നിട്ട് അവൻ പറയാണ്, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഈ ഒരു ലിറിക്സ് നിങ്ങളുടേതാണ്, നിങ്ങളാണ് അത് എഴുതിയത്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു റൈറ്റും നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലുവാണ്. അപ്പം അവൻ്റെ അച്ഛനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഇതെല്ലാം വിറ്റ് ഇത്രയും ക്യാഷ് കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിക്കുവാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, അത് എനിക്കൊരു സോങ്ങിൻ്റെ കോപ്പിറൈറ്റ് വാങ്ങാനാണെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ്, ഇത് ഇത്തിരി എക്സ്പെൻസീവ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുകയാണ്, ഇതെൻ്റെ റിവെഞ്ചിൻ്റെ പ്രൈസ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നുമല്ല എന്ന് പറയുകയാണ്. അപ്പം അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ ശരിക്കും നിൻ്റെ അമ്മയുടെ മോൻ തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുകയാണ്, 10 വർഷത്തേക്ക് അതിൻ്റെ റൈറ്റ് എനിക്കാണ്, അതുപോലെ നിങ്ങളത് യൂസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന് പകരം നമുക്ക് ആ ഒരു സോങ് യൂസ് ചെയ്യാതെ വേറൊരു സോങ് യൂസ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരാൾ ആ ഒരു കോൺട്രാക്റ്റ് അവർക്ക് വായിച്ച് കേൾപ്പിക്കുന്നത്. കാരണം ആ ഒരു കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാനോ യൂസ് ചെയ്യാനോ അവർക്ക് ആ ഒരു റൈറ്റേഴ്സിൻ്റെ അനുമതി വേണം. ഇൻ കേസ് അവർ ആ ഒരു കണ്ടൻറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ആവുകയും അതേപോലെ തന്നെ വലിയൊരു കോമ്പൻസേഷൻ ഇവർ കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ശരിക്കും റിസ്ക്കിലാന്ന് പറയുകയാണ്. അപ്പം ഇതിൽ ദേഷിച്ച അയാളാണെങ്കിൽ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് ജയയുടെ അടുത്ത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല ഞാൻ വന്നപ്പം നിങ്ങളെല്ലാവരും എന്നെ പുറത്താക്കുന്ന കാര്യമല്ലായിരുന്നു ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ശരി, ആരൊക്കെയായിരുന്നു എന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞത്? ശരി, ഒന്ന് കൈ പൊക്കാൻ പറയുകയാണ്. നിങ്ങൾ ആരൊക്കെയാണോ എന്നെ ഇവിടുന്ന് ഫയർ ചെയ്യുമെന്ന് പറഞ്ഞത് അവരെ എല്ലാവരെയും ഞാൻ ഇവിടുന്ന് ഫയർ ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ കൊങ്ങിയാത്താണെങ്കിൽ ചോദിക്കുവാണ്, നീ ഒരു പ്ലേസ് നശിപ്പിക്കാൻ തന്നെയാണോ നിൻ്റെ തീരുമാനമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ എന്താ വിചാരിക്കുന്നത്, നീയാണോ ഇവിടുത്തെ റിയൽ ഓണർ എന്നാണോ നീ തിങ്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്.
അപ്പോൾ അവൻ പറയാണ് അതെ ശരിയാ, ഈ ഡ്രീം എൻ്റേതാന്ന് പറയാണ്, ഞാനാണ് ഇവിടുത്തെ ശരിക്കുമുള്ള ഓണർ എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ഇതെല്ലാം നമ്മുടെ സണ്ണും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യമേ ഇത് അവൻ പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല, അവരെല്ലാവരും ചിരിച്ചൊന്ന് തള്ളുവാണ്. എന്നാൽ അവനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഈ കമ്പനിയിൽ 10% ഷെയർ അല്ലാതെ എൻ്റെ അമ്മയുടെ ഷെയർസും കൂടെ ചേർത്ത് 61% ഷെയർ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നതും അവരെല്ലാവരും ഷോക്കാവുകയാണ്. അതുമാത്രമല്ല ആ ഒരു വൈസ് പ്രസിഡൻറ്റും അതെല്ലാം ശരിയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ബോസാണെങ്കിൽ പറയുകയാണ് നിൻ്റെ അമ്മയുടെ ഷെയർസൊക്കെ അവർ കൊങ്ങിയാത്തിന് കൊടുത്തതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ജയ ആണെങ്കിൽ പറയുന്നുണ്ട് അതൊരു തെറ്റായിട്ടുള്ള ട്രാൻസ്ഫർ ആയിരുന്നു എന്ന് അവൻ പറയുകയാണ്. എൻ്റെ അമ്മ എന്തിനാണ് നിങ്ങൾക്ക് ആ ഒരു ഷെയർസൊക്കെ തരുന്നത്, അതിന് പകരമായിട്ട് എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ യാതൊരു ക്യാഷോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അതേപോലെ പറയാണ് ഈ ഒരു ഡോക്യുമെൻ്റ് പ്രകാരം ഡ്രീമിലെ മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഡയറക്ടർ ആർത്തറാന്ന് പറയുകയാണേ. എന്നിട്ട് അവൻ പറയാണ് നിങ്ങളിപ്പോൾ ചെയ്തതിനൊക്കെ നിങ്ങൾക്കിപ്പോൾ തിരിച്ചു കിട്ടാൻ സമയമായെന്ന് പറയുകയാണേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ പൊളിച്ചെടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സണ്ണിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ട് അവനവൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്, അതേപോലെ തന്നെ അവൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ബോസാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് ഇവിടം കൊണ്ട് തീരത്തില്ല എന്ന് പറയണം. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഹാർട്ട് അത്ര നല്ലതല്ല എന്ന്, അതുകൊണ്ടൊന്ന് കെയർഫുള്ളായിട്ടിരുന്നോ എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്ന സണ്ണിനെയാണ്. അവനിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് അവൻ്റെ അടുത്തോട്ട് ജയ വന്ന് കിടക്കുവാണ്. അപ്പം അവൻ്റെ മുറിവിൽ തട്ടുമ്പോഴത്തേക്ക് അവന് പെട്ടെന്നങ്ങ് വേദനിക്കും. അപ്പം ജയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്, നിനക്ക് എവിടെയാ വേദനിച്ചതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പിന്നെയും നമ്മുടെ സണ്ണിനെ ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട് നീ ഒന്ന് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ സണ്ണ്. എന്നിട്ട് നമ്മുടെ ജയാണെങ്കിൽ പറയാണ് എനിക്ക് നിന്നെ വെച്ച് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യണം, ഞാൻ എന്നെ തന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ സണ്ണാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ടച്ച് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെയിനെയാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ക്ലോസ് ആയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ഒരു സ്വീറ്റായിട്ടുള്ള ഒരു കിസ് സീനാണ് കേട്ടോ നടക്കുന്നത്. എന്നിട്ട് ജയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നീ എൻ്റെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ സണ്ണിനെ ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ ആലോചിച്ചിട്ട് പറയാണ് അത് ഞാൻ ബിസി ആണെങ്കിൽ ഞാൻ എടുക്കത്തില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജയാണെങ്കിൽ അവനെ ഇങ്ങനെ മുറിവിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവന് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ ശരി ഞാൻ ഇനി മുതൽ എടുത്തോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെയും അവരുടേതായ ഒരു കിസ് സീനാണ് കേട്ടോ പിന്നെ നടക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന കൊങ്ങിയാത്താണ്. അയാളാണെങ്കിൽ കാറിൽ നിന്ന് ഉറക്കം ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്കും ആ ഡ്രൈവറാണെങ്കിൽ പറയാണ് നീ നന്നായിട്ട് ഉറങ്ങിയില്ലേ, ഞാൻ നിന്നെ കുറച്ചധികം സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണെങ്കിൽ തോക്കെടുത്തിട്ട് അവനെ അങ്ങ് ഷൂട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ അയാളുടെ ആ ഒരു ബോഡി അവിടെ ഇട്ടിട്ട് അയാളങ്ങ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഒരു ബോസിനെയാണ്. അപ്പോൾ അയാളാണെങ്കിൽ ആ ടൂ എന്ന് പറഞ്ഞ ആ ഒരു ചെറുക്കനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ് ആദ്യമേ ഞാൻ വിചാരിച്ചത് നീയുമായിട്ട് എൻ്റെ ആ ഒരു വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാമെന്ന്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് ഈ ലോകത്ത് നിൻ്റെ അവസാന ദിവസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അവനെ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചിട്ട് പിന്നെ അവനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഷോക്കൊക്കെ കൊടുക്കാനായിട്ട് നോക്കുവാണ്. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നത്. അപ്പോൾ പോലീസിനെ കാണുമ്പോഴത്തേക്കും ഇയാൾ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ കൈ കൊണ്ട് തന്നെ അയാൾക്ക് ഷോക്ക് അടിക്കുവാണ് കേട്ടോ. അങ്ങനെ ഷോക്ക് അടിച്ച അയാളാണെങ്കിൽ അങ്ങ് നിലത്ത് വീഴുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് അയാളുടെ കഥ അങ്ങ് തീരുവാണേ. അങ്ങനെ പോലീസാണെങ്കിൽ ടൂവിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് സണ്ണിനെയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അവനൊരു മെസ്സേജ് വരും. അപ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടിട്ട് അവനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് വേറെ ആരും അല്ല സണ്ണിയാണ് കേട്ടോ അവന് മെസ്സേജ് ഇട്ടത്. എന്നിട്ട് അവനാണെങ്കിൽ കുറച്ച് ക്യാഷ് എറിഞ്ഞു കൊടുത്തിട്ട് പറയാണ് ഈ ഒരു ക്യാഷ് എടുത്തോ, നീ ഇനി എൻ്റെ ലൈഫിൽ നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുതെന്ന് പറയണം. അപ്പം സണ്ണാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഈ ക്യാഷ് പോരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സണ്ണിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇത് നിർത്താനൊന്നും ഉദ്ദേശമില്ല അല്ലേ, ഇനി എത്ര നാൾ നീ നിൻ്റെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. അപ്പോൾ സണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ട് 5 വർഷം മുമ്പ് നടന്ന കാര്യത്തെപ്പറ്റി ഓർത്ത് നിനക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനെന്തിനാ വല്ലതും ഫീൽ ചെയ്യുന്നത്, അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, നിൻ്റെ അമ്മയും ബ്രദറും മരിച്ചെങ്കിൽ അതിന് കാരണം നീയാന്ന് പറയാണ്. അപ്പോൾ സണ്ണാണെങ്കിൽ ഒരു കാർഡ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കൊടുത്തിട്ട് പറയാണ് നിനക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ, അതും മാത്രമല്ല ഒരു ബാക്കറും ഇല്ല, അപ്പം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ പറയാണ് നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട, നിനക്കുള്ളതെല്ലാം ഞാൻ പിടിച്ചെടുക്കും, ഡയറക്ടർ ആർത്തർ ഉൾപ്പെടെ എന്നിങ്ങനെ പറയാണ്. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡയറക്ടർ ആർത്തർ വരുന്നത് കേട്ടോ. എന്നെ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിച്ചപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ വിന്നെയും കണ്ടു എന്നിങ്ങനെ സണ്ണി പറയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് കാണേണ്ട ഒരാൾ ഇതാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സണ്ണിനെ ഒരു കിസ്സൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ജയാണെങ്കിൽ സണ്ണിയുടെ അടുത്ത് പറയാണ് നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, അപ്പം കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യമായിട്ട് സണ്ണിയാണെങ്കിൽ നമ്മുടെ സണ്ണിനെ ഒന്ന് തുറിച്ച് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്.
അപ്പം സണ്ണാണെങ്കിൽ ജയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് എൻ്റെ റിവഞ്ചായിരുന്നു, പക്ഷേ ഇത് അവസാനിപ്പിച്ചത് നിങ്ങളാണെന്നിങ്ങനെ പറയുകയാണ്. ജയാണെങ്കിൽ പറയുന്നുണ്ട് ഇത് നിൻ്റെ പ്ലാൻ തന്നെ അല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സണ്ണ് പറയുന്നുണ്ട് പക്ഷേ എന്തോ എനിക്കിതിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ നിങ്ങളുടെ സഹായം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയണം. അപ്പം ജയാണെങ്കിൽ പറയുന്നുണ്ട് പക്ഷേ നീ എന്നെ വെറും 1000 രൂപയ്ക്കല്ലേ വാങ്ങിയത് മിസ്റ്റർ ടു ഭാഗത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനെ അങ്ങ് ഹഗ് ചെയ്യുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ സ്കൈയും അവരുടെ ഫുൾ ടീമും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൈ ഇപ്പോൾ ശരിക്കും അങ്ങൊരു സ്റ്റാറായി മാറിയേക്കുവാണേ. അപ്പോൾ അവിടെ ഈ ഒരു പ്രസ് മീറ്റ് എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സണ്ണും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് മാനേജർ ആണെങ്കിൽ ഓടി വന്നിട്ട് പറയാണ് ഞാൻ ലേറ്റൊന്നും ആയില്ലല്ലോ അല്ലേ, പിന്നെയാണ് ആ ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്നെപ്പോലെ ഒരു മാനേജറിനെ കിട്ടിയത് നീ ശരിക്കും ലക്കിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും സൂപ്പർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് തന്നെ അങ്ങ് പൊക്കിയടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മാനേജർ ചോദിക്കുന്നുണ്ട് നിൻ്റെ ആ ഒരു ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു മെയിൽ ലീഡിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെനിക്ക് കിട്ടിയില്ലെങ്കിലും പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുകയാണ് അവൻ. അങ്ങനെ പ്രസ് മീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം സണ്ണും മാനേജറും ആണെങ്കിൽ സ്കൈയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് മാനേജർ ആണെങ്കിൽ പറയുന്നുണ്ട് നീ ഇന്ന് ശരിക്കും ഹാൻസം ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. എന്നിട്ട് സണ്ണാണെങ്കിൽ സ്കൈനെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനേജർ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത് തരുമെന്ന് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നത് നമ്മുടെ ഫക്കിൻ്റെ കയ്യിലാണേ. അങ്ങനെ ഫക്കിനാണെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ സ്കൈനെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ് നീ ഒരു ഫിലിം കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പം സ്കൈ ആണെങ്കിൽ അവൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഇല്ല എൻ്റെ അടുത്ത് താങ്ക്സ് ഒന്നും പറയണ്ട, നീ താങ്ക്സ് പറയുന്നെങ്കിൽ ഇതാ ഇവരുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ സണ്ണിനോട് പറയാണ് നമ്മളൊരു ലാസ്റ്റ് എടുത്ത ആ ഒരു ന്യൂഡ് ഫോട്ടോസ് ഞാൻ ഇപ്പോഴും ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്, നീ ഫേമസ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാനത് പോസ്റ്റ് ചെയ്യുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സണ്ണ് പറയുന്നുണ്ട് അതിനധികം സമയം വേണ്ടി വരത്തില്ല എന്ന് പറയണം. അപ്പം ഇതെല്ലാം കേട്ടിട്ട് മാനേജർ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്ത് ന്യൂഡ് ഫോട്ടോസോ, ഇതൊക്കെ എപ്പോൾ എടുത്തു എന്നൊക്കെ മാനേജർ ആണെങ്കിൽ ഇങ്ങനെ നടന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും സണ്ണിൻ്റെ അടുത്താണെങ്കിൽ ആ ഒരു ഡയറക്ടർ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാണ് നീ ഇപ്പം ഫ്രീ അല്ലേ, ഞാൻ വൈകാതെ ഒരു ഷോർട്ട് മൂവി ചെയ്യാൻ പോകും, അപ്പോൾ അതിനകത്തൊരു സപ്പോർട്ടിങ് മെയിൽ ലീഡുണ്ട്, ആ ഒരു റോൾ നിനക്ക് സ്യൂട്ടബിൾ ആയിരിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മാനേജറിനൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സണ്ണിനെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സണ്ണിനെ കാണാനായിട്ട് ആ ഒരു ടൂ എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നീയാണ് എന്നെ അന്ന് രക്ഷിച്ചതെന്ന് എനിക്കറിയാം, അതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വേവാണെങ്കിൽ ഇതണക്ക് മരിച്ച കാര്യം പറയാണ് കേട്ടോ. അവനാണെങ്കിൽ ഇങ്ങനെ ഓവർഡോസ് ആയിട്ട് ഡ്രഗ് എടുത്ത് മരിച്ച കാര്യം പറയാണ്. നമ്മുടെ സണ്ണും അവനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയാണ് നീ എന്നോട് സോറി ഒന്നും ചോദിക്കേണ്ട, കാരണം ഇതിലൊന്നും നിൻ്റെ തെറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് പോവുകയാണേ. അത് കഴിഞ്ഞ് അവരാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രണ്ടുപേരാണെങ്കിൽ നമ്മുടെ സ്കൈനെ കണ്ടിട്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ. എന്നിട്ട് അവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സണ്ണിനൊരു കോൾ വരുവാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ പതുക്കെ അതും എടുത്ത് ഇങ്ങനെ വെളിയിലോട്ട് പോകുന്നുണ്ടേ. അപ്പോൾ അവനെ വിളിക്കുന്നത് ആ സിയ എന്ന് പറഞ്ഞ ആ ഒരാളാണ്. അപ്പോൾ അയാളെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയാണ് നീ നിൻ്റെ ഫോണിൽ ഞാൻ നിനക്കൊരു ലിങ്ക് ഇടുന്നുണ്ട്, നീ അതിൽ കയറി നോക്കാൻ പറയണം. അപ്പം അതിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ സണ്ണീനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവനാണെങ്കിൽ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഒരു ലൈവ് സ്ട്രീം ചെയ്യുവാണ്. പിന്നെ അവനെയാണെങ്കിൽ കുറേ പേരിങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അവന് യാതൊരു മാറ്റമില്ല, അവൻ പിന്നെയും അവൻ്റെ ആ ഒരു പഴയ പണിയിലോട്ട് തന്നെ ഇങ്ങനെ പോയേക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് സണ്ണാണെങ്കിൽ ഇങ്ങനെ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജയ് വരുവാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ചാടാനായിട്ട് നിൽക്കുവാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ തള്ളി ഹെൽപ്പ് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ അവൻ പറയുന്നുണ്ട് വേണ്ട, അതിനു മുമ്പേ ഞാനായിരിക്കും നിന്നെ തള്ളി തറയിലിടുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ സണ്ണ്. അപ്പം പറയണം അങ്ങനെയെങ്കിലും എനിക്ക് ഫ്രീഡം കിട്ടുമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പം ജയ് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് അതിൻ്റെ റീസൺ മനസ്സിലായല്ലേ, നിനക്ക് ഫ്രീഡം കിട്ടാത്തതിന് കാരണം നീ എന്തേതാന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ജയ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിനക്ക് സിഗരറ്റ് വേണോ സ്മോക്ക് ചെയ്യാനോന്ന് ചോദിക്കുകയാണ്. അപ്പം സണ്ണാണെങ്കിൽ പറയുന്നുണ്ടില്ല വേണ്ട. അപ്പം ജയ് ആണെങ്കിൽ പറയാണ് ഒറ്റയ്ക്ക് സ്മോക്ക് ചെയ്യുന്നത് ഭയങ്കര ബോറിങ്ങാന്നിങ്ങനെ പറയാണ്. അപ്പം സണ്ണ് പറയണം അങ്ങനെയാണെങ്കിൽ നീ ഒരു സിഗരറ്റൊക്കെ ടു ഭാഗത്തിന് വേറൊരാൾക്ക് വിൽക്കാനായിട്ട് പറയാണ് കേട്ടോ. അപ്പം ജയ് പറയുന്നുണ്ട് മിസ്റ്റർ ടു ഭാഗത്ത് എന്ന് പറയുന്നത് നീ മാത്രമായിരിക്കും എന്ന് പറയാണ്. അപ്പം സണ്ണും പറയുന്നുണ്ട് അതേപോലെ എൻ്റെ ഡമ്മി എന്ന് പറയുന്നത് അത് നീ മാത്രമായിരിക്കും എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ സണ്ണാണെങ്കിൽ ജെയിനെ അങ്ങ് കിസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു കിസ് സീനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഫൈനൽ എപ്പിസോഡ് ഇവിടെ എൻഡ് ആകുന്നത്. ഞാൻ ഇവിടെ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. എന്നാലും പുതിയ 2 ക്യാരക്ടേഴ്സുമായിട്ട് ഇവരെ ഇനി നമുക്ക് മീറ്റ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ പേ ബാക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. ബൈ ഫ്രണ്ട്സ്.